ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഓട്സ് കൊണ്ട് ഒരു ഉപ്പുമാവാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1 കപ്പ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു 3-4 മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളൊരു പാൻ വീണ്ടും വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. അതോടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് ഓട്സ് എടുത്ത കപ്പിന് 1 കപ്പ് ചൂടുവെള്ളമുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സാണ്. ആദ്യം നമ്മളിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് നിന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിടയ്ക്ക് ഞാൻ അടപ്പ് മാറ്റിയതിന് ശേഷം ഇളക്കി കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളതിൻ്റെ അടപ്പ് മാറ്റിയിട്ടുണ്ട്. മാറ്റിയതിന് ശേഷം വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർത്ത് കൊടുത്തു. വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓട്സ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളൊരു ഓട്സ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാതിരിക്കും. ബൈ, താങ്ക്സ്.